അപ്പോൾ നമ്മുടെ ഈ ഗാർഡനിൽ ഈ കോർണറാണ് നമ്മൾ ചുരാക്കി മാറ്റുന്നത്. ഒരു ചുരണ്ടോട് നമ്മൾ പണിതെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റോഡുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിൽ ഇടിച്ചുകൊണ്ട് നമ്മൾ റോഡൊക്കെ റെഡിയാക്കി എടുക്കണം. ഹായ്, ഇന്ന് നമ്മളിതാ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ, വീട്ടിൽ വരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ ഇനി നമുക്കൊരു ബാധ്യത അല്ല. ഇത് നമ്മൾ ഗാർഡനിൽ അടിപൊളിയായിട്ടുള്ള ഒരു ചുരം റോഡ് നമ്മൾ റെഡിയാക്കിയിട്ടാണ്. വേസ്റ്റ് പ്ലാസ്റ്റിക് കവറും ചണച്ചാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് റോഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണ്ണിൽ നമ്മൾ റോഡ് വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള കല്ലുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇത് നമ്മൾ ചണച്ചാക്കിലാണ്. ഇനി നമ്മൾ സിമെൻറ്റ് മുക്കിയിട്ടാണ് ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. നമുക്ക് സിമെൻറ്റ് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ സിമെൻറ്റ് എടുക്കുന്നുണ്ട്. കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ സിമെൻറ്റ് കലക്കിയത്. നമുക്കിതിൽ ചാക്ക് മുക്കാം. ഇതേപോലെ സിമെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഉപയോഗിക്കണം. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സിമെൻറ്റിൽ ചെയ്യുന്നത് കൊണ്ട് കൈകളൊന്നും പൊള്ളാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാറുള്ളത്. റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ സിമെൻറ്റിൽ ചാക്ക് മുക്കിയതിന് ശേഷം ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഒരു കവറിലേക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമുക്ക് നിറയ്ക്കാം. അതേപോലെ നിറച്ചതിന് ശേഷം ഇതിങ്ങനെ കെട്ടിയിടും. ഇതേപോലെ ബോർഡ് പോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് പാറക്കല്ലാക്കി നമുക്കിത് മാറ്റാം. ഇനി ഇതേപോലെ ചണച്ചാക്കിൻ്റെ പീസിൽ നമ്മൾ സിമെൻറ്റ് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നിറച്ചുള്ള ബോൾ നമ്മൾ ഇതിൽ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് പാറ പോലെ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങളിലൊക്കെ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ചണച്ചാക്കിൽ സിമെൻറ്റ് മുക്കിയതിന് ശേഷം നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ വേസ്റ്റ് കവർ കൊണ്ട് നമ്മൾ പാറകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ചാക്ക് വേസ്റ്റ് കവർ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഗാർഡനിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നമ്മൾ പാറ വെച്ചു. ഇവിടെ നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒഴിവ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ചെറിയൊരു ഒഴിവ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെടി വെക്കാനുള്ളതാണ്. ആയിട്ട് നമുക്ക് റോഡിനൊരു വേലി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പ് ഹോൾസ് ഇട്ടുകൊണ്ട് നമ്മളൊരു കമ്പിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് വിരിച്ച ചണച്ചാക്ക് കട്ട് ചെയ്തുകൊണ്ട് ഹോളുകൾ തയ്യാറാക്കാം.
അപ്പോൾ ഒരേ അകലം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഹോളുകൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ PVC പൈപ്പുകൾ ഈ ഹോളുകളിൽ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കമ്പി അതിനുള്ളിലൂടെ കയറ്റി കൊടുക്കാം. അപ്പോൾ അത് PVCക്കുള്ളിലൂടെ കമ്പിയൊക്കെ കയറ്റി നമ്മുടെ വേലിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ സിമെൻറ്റ് എംസാൻഡ് സിമെൻറ്റും നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു റോഡ് പോലെ നമുക്കിത് ചെയ്തെടുക്കാം. എംസാൻഡ് സിമെൻറ്റും കൂട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ സിമെൻറ്റ് മിക്സ് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ വേണ്ട ഭാഗത്തൊക്കെ നമ്മൾ ഉയരം കൂട്ടി നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാറകളിലൊക്കെ നമ്മൾ വേസ്റ്റ് റെഡിയാക്കി എടുത്ത നമ്മുടെ പാറകളിലൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഈ സിമെൻറ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റോഡിലും പാറകളിലും ഒക്കെ നമ്മൾ ചണച്ചാക്ക് വിരിച്ച എല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമുക്ക് ഒരു ബ്രഷ് എടുക്കുന്നുണ്ട്. ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തുകൊണ്ട് നമ്മൾ ഈ റോഡിൻ്റെ ഭാഗം നമ്മളൊന്ന് മിനുക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുരം റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി നമുക്കിത് കുറച്ച് 2-3 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം. 2-3 ദിവസം നമുക്ക് നനച്ച് കൊടുക്കുക. അതിനുശേഷം ഉണങ്ങിയതിൽ നമുക്ക് പെയിൻ്റ് അടിക്കണം. പിന്നെ നമുക്ക് ചെടികളൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് എടുക്കണം. ഇനി ഇത് നമ്മുടെ ചുരം റോഡിൻ്റെ അടിഭാഗങ്ങളിൽ റോഡിൻ്റെ 2 സൈഡിലും നമ്മൾ മണ്ണൊക്കെ കൊടുത്ത് ചെടി വെക്കാനൊക്കെ റെഡിയാക്കി എടുക്കും. അപ്പോൾ സൈഡിലൊക്കെ നമ്മൾ മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെടി വെക്കാനുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ റെഡിയാക്കി നമ്മൾ 2 ദിവസം നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉണങ്ങിയതാണ്. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ റോഡിന് നമുക്ക് ബ്ലാക്ക് പെയിൻ്റാണ് ആദ്യം അടിക്കുന്നത്. അപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ചെടികൾ വെക്കണം. അപ്പോൾ ചെടികൾ വെക്കാം. അപ്പോൾ നമ്മുടെ ചുരം റോഡ് പണിയൊക്കെ പൂർത്തിയായി. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതേപോലെ നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു.
പിന്നെ നമ്മൾ ഇവിടെ ചെടി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ചിപ്സ് കൊടുത്തിട്ടുണ്ട്, ബേബി മെറ്റൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെയുള്ള ചുവന്ന ചെറിയ മെറ്റൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ വേസ്റ്റ് കവറും അതേപോലെ ചണച്ചാക്കൊക്കെ വെച്ചിട്ട് നമ്മൾ നിർമ്മിച്ച ഈ ചുരം റോഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.